ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമുക്കറിയാം, റീസെൻ്റ്ലി ഒത്തിരി മലയാളി ഫാമിലീസ് മലയാളികൾ ഇവിടെ വന്നിട്ടുണ്ട് UK-യിൽ. അതുപോലെ തന്നെ ഒരു വർഷങ്ങളായിട്ട് 15-20 വർഷങ്ങളായിട്ട് വന്ന് സെറ്റിലായ ഫാമിലീസും ഒത്തിരി പേരുണ്ട്. അവരിപ്പം അവരുടെ മക്കൾ പോലും വിവാഹമൊക്കെ കഴിച്ച് വേറെ ഫാമിലി ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇവിടെ നമ്മുടെ മലയാളികളുടെ എണ്ണം കൂടും തോറും ഇവിടെ അതിപ്പം എണ്ണം കൂടുമ്പോൾ എവിടെയും അങ്ങനെയുള്ള കാര്യങ്ങളുടെ എണ്ണം കൂടുമല്ലോ. ഇവിടെയുള്ള കുടുംബ വഴക്കുകളുടെയും അതുപോലെ തന്നെ കുട്ടികളെ ശിക്ഷിച്ചതിൻ്റെ പേരുള്ള കേസുകളുടെയും ഇങ്ങനെയുള്ള കേസുകളൊക്കെ എണ്ണം കൂടി വരികയാണ്. ഇപ്പോൾ പലരും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിയമ നടപടികൾക്ക് വിധേയരായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് നമുക്ക് നോക്കണം. ഇപ്പം നാട്ടിലാണെങ്കിൽ എല്ലാ വീടുകളിലും വഴക്കൊക്കെ ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ ഉണ്ടാകാറുണ്ട്. ഭാര്യയുടെയും ഭർത്താവിൻ്റെ ഇടയൊക്കെ ആണെങ്കിലും കുട്ടികളെ ആണെങ്കിലും നമ്മൾ ശിക്ഷിക്കും അല്ലേ. പക്ഷേ നമ്മുടെ ആൾക്കാർക്ക് ഇച്ചിരി ശിക്ഷ കൂടുതലാണെന്ന് പറയാം. കാരണം കഠിനമായിട്ടൊക്കെ ശിക്ഷിച്ച് കളയും. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് അത് തുടരാൻ നോക്കിയാൽ വളരെയധികം കുറ്റകരമാണ്. ഇതൊരു അബ്യൂസ്, അതായത് ഡൊമസ്റ്റിക് ആയിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. ഇവിടെ തന്നെ ഇങ്ങനെ പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇപ്പം നമുക്ക് തന്നെ അറിയാവുന്ന പല കേസസും ഉണ്ട്. ഈയിടെ ഇങ്ങനെ ഒരു ന്യൂസ് വന്നു, ഒരു ഹസ്ബൻഡ് സൂയിസൈഡ് ചെയ്തെന്നുള്ളത്. സൂയിസൈഡ് എന്തെന്ന് പറഞ്ഞാൽ അതും കുടുംബ വഴക്കിൻ്റെ പേരിലാണ്. ഇങ്ങനെ പല കാരണം. അതുപോലെ തന്നെ കൊലപാതകങ്ങൾ നടക്കുന്നു. നമ്മുടെ ഇന്ത്യൻസിൻ്റെ ഇടയിൽ നിന്ന് വന്നവർ, ഏഷ്യൻസ്, അങ്ങനെയുള്ളവരുടെ ഇടയിൽ നിന്നൊക്കെ ഇങ്ങനെയുള്ള ഭയങ്കരമായ കുറ്റകൃത്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഫാമിലി പ്രോബ്ലമൊക്കെ നമ്മുടെ നാട്ടിലാണെങ്കിൽ നമുക്കറിയാം. കുറേയൊക്കെ ഫാമിലി പ്രോബ്ലം ഉണ്ടായാലും നമ്മൾ പലരുമായിട്ട് സംസാരിച്ചും കൗൺസിലിംഗ് നടത്തിയും അങ്ങനെയൊക്കെ കുറേയൊക്കെ നമ്മൾ, അതായത് അല്ലെങ്കിൽ നമ്മുടെ വീട്ടുകാർ സംസാരിച്ചൊക്കെ, അതായത് ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊന്നും നമ്മൾ തന്നെ സോൾവ് ചെയ്യുന്നതാണ് നല്ലത്. പക്ഷേ അതിര് കടന്നു പോയി കഴിയുമ്പോൾ നമ്മുടെ വീട്ടുകാരൊക്കെ ഇടപെടേണ്ടി വരും. അങ്ങനെയൊക്കെ സംസാരിച്ചും പെറുക്കി ഒരു നല്ല രീതിയിലിട്ട് അവരെ ഒരു ഒത്തുതീർപ്പിലേക്ക് വരുത്തുകയും പിന്നെയും വീണ്ടും ഒരുമിച്ച് പോകുന്നവർ ഇഷ്ടം പോലെയുണ്ട്. പിന്നെ കുട്ടികളുടെ ഭാവി ഒക്കെ സുരക്ഷിതമാക്കാൻ വേണ്ടിയിട്ടുമൊക്കെ. പക്ഷെ ഇവിടെ വന്നു കഴിയുമ്പോൾ മിക്കവരും, ഭൂരിഭാഗം പേരും, ഇവിടെ പുതിയതായിട്ട് വന്നവരെല്ലാവരും ഇവിടെ പേരൻസ് ഒന്നുമില്ല, അവരുടെ വീട്ടുകാരും തന്നെ കാണുകയില്ല. പിന്നെ അവരുടെ പ്രോബ്ലങ്ങൾ മറ്റുള്ളവരോട്, ഇപ്പോൾ കൂടെയുള്ള ഫ്രണ്ട്സിനോടാണേലും പറയാൻ താല്പര്യം കാണില്ല. അങ്ങനെ അവരുടെ പ്രോബ്ലങ്ങളെല്ലാം അവർ ഇങ്ങനെ മനസ്സിൽ വെച്ചുകൊണ്ടിരുന്ന് ഇതിങ്ങനെ ഇവർക്ക് കൂടുതൽ പ്രഷർ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ നിസ്സാര കാര്യങ്ങളെ ചൊല്ലി ആയിരിക്കും ചിലപ്പോൾ വാക്കേറ്റമൊക്കെ ഉണ്ടാകുന്നത്. വാക്കേറ്റം മൂത്ത് കയ്യേറ്റം ആയി കഴിയുമ്പോൾ ഭയങ്കര പ്രശ്നമാകും. അവർ പോലീസിൽ ഇടപെടുകയും നിയമ നടപടികൾക്ക് വിധേയരാകുകയും ചെയ്യുന്നുണ്ട്. ഈയിടെയായിട്ട് തന്നെ പല സംഭവങ്ങളും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അതായത് ഹസ്ബൻഡും വൈഫും കൂടെ ഇങ്ങനെ വഴക്കുണ്ടാക്കി. അതായത് ഇവർ വെളിയിൽ നിൽക്കുമായിരുന്നു. വെളിയിൽ നിന്ന് കഴിയുമ്പോൾ ഇങ്ങനെ എന്തോ പറഞ്ഞ് ഹസ്ബൻഡ് ഭാര്യയെ പിടിച്ചങ്ങ് തള്ളി കഴിഞ്ഞപ്പം ഭാര്യ അങ്ങ് വീണു. പക്ഷേ അയൽവക്കത്തുള്ള വീട്ടിലെ ആൾക്കാർ ഇത് കാണുന്നുണ്ടായിരുന്നു. അവർക്ക് CCTV ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് അവർ തന്നെ പോലീസിൽ വിളിച്ച് കംപ്ലൈൻറ്റ് പറഞ്ഞു. പോലീസ് വന്ന് നോക്കിയപ്പം ചോദിച്ചപ്പം ഈ ഭാര്യയാണേലും പറഞ്ഞില്ല, കുഴപ്പമില്ല, ഇതിങ്ങനെ യാദൃശ്യമായിട്ട് സംഭവിച്ചാണെന്നൊക്കെ പറഞ്ഞെങ്കിലും പോലീസ് അതൊന്നും കണക്കാക്കിയില്ല. ഗാർഹിക പീഡനമായിട്ട് തന്നെ കണക്കാക്കി. കാരണം CCTV ദൃശ്യങ്ങളും തെളിവും ഒക്കെ ഉണ്ടല്ലോ. അപ്പം ഈ ഹസ്ബൻഡിനെ അവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. അപ്പോൾ ഹസ്ബൻഡിന് നിയമ നടപടികൾക്ക് വിധേയരാകണം. അപ്പോൾ ഇങ്ങനെ കൊണ്ടുപോവുകയാണെങ്കിൽ ഇവർക്ക് ഇപ്പോൾ ഇങ്ങനെ ഗാർഹിക പീഡനത്തിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് ആ കേസിൻ്റെ ഒരു തീരുമാനമാകുന്നതോടെ ഇവർക്ക് ആ വീട്ടിലേക്ക് പിന്നെ പ്രവേശനമില്ല. അപ്പോൾ ഇവർക്ക് സുഹൃത്തുക്കളോ ആയിട്ടുള്ളവരോ ഏതെങ്കിലും ഫാമിലിയിൽ എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിൽ താമസിക്കാൻ സൗകര്യം ഉണ്ടെങ്കിൽ അവിടെ താമസിക്കാം. പക്ഷേ ഈ ഒരു ഏരിയയിലേക്ക് വരാൻ പോലും അവർക്ക് അനുവാദം കാണുകയില്ല. അതുപോലെ തന്നെ ഇപ്പോൾ ആരും ഇല്ല കൂടെ താമസിക്കാൻ പോകാനൊരു വീടില്ലെങ്കിൽ അവരെ ജയിലിലാക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഈ നിസ്സാര കാര്യങ്ങൾക്കൊക്കെ എല്ലാവരും വഴക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ അതൊക്കെ എന്താ, നമ്മൾ ശരിക്കും വാക്കേറ്റം ഉണ്ടായാലും കൈകൊണ്ടുള്ള ശാരീരിക ഉപദ്രവങ്ങളിലേക്ക് പോകാതെ പരമാവധി ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഈ നമ്മൾ പരമാവധി വഴക്കുണ്ടാക്കാതെ
നമ്മൾ ഈ വേറൊരു രാജ്യത്താണ് വന്ന് നടക്കുന്നത്. ഇവിടുത്തെ നിയമങ്ങളൊക്കെ ഭയങ്കരമായിട്ട് കർശനമാണ്. നമ്മുടെ നാട്ടിലേതുപോലെയല്ല. ഈ പോലീസിൻ്റെ അടുത്ത് എന്തെങ്കിലും, അതായത് ഇവിടുത്തെ ആൾക്കാർ കണ്ടാലും അവരത് റിപ്പോർട്ട് ചെയ്യും. എന്തെങ്കിലും അബ്യൂസിൻ്റെ ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ തന്നെ അവർ ഫോൺ വിളിച്ച് പോലീസിനെ അറിയിക്കും. പോലീസ് വന്നു കഴിയുമ്പോഴായിരിക്കും നമ്മൾ അറിയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കാനുണ്ട്. പിന്നെ കുട്ടികളുടെ കാര്യത്തിലാണെങ്കിൽ ഈ കുട്ടികളെ തല്ലുന്ന സംബന്ധിച്ച് പോലീസിന് ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെ കുട്ടികളെ ഉപദ്രവിക്കുന്നതായിട്ട് ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അവർ സോഷ്യൽ സർവീസുകാരും പോലീസും അതിൽ ഇടപെടും. അത് ഇപ്പോൾ കുട്ടികൾക്ക് എന്തെങ്കിലും തല്ലിയൻ്റെ പാടോ എന്തെങ്കിലും ഉണ്ടാവില്ല, കുട്ടികൾ സ്കൂളിൽ പറയുവാണ് മാതാപിതാക്കൾ ആരെങ്കിലും തല്ലുവോ എന്തെങ്കിലും ചെയ്തെന്ന് പറഞ്ഞാൽ അവർ അത് സോഷ്യൽ സർവീസിനെ അറിയിക്കും. അപ്പോൾ കുട്ടികൾക്ക് ഇതിൻ്റെ ഭവിഷ്യത്തൊന്നും കാര്യമായിട്ട് അറിയത്തില്ലായിരിക്കും. കുട്ടികളോട് സ്കൂളിൽ നിന്ന് ഇങ്ങനെ ചോദിക്കുകയും ചെയ്യും. അവർ എന്തെങ്കിലും വീട്ടിലെന്തെങ്കിലും പേരൻസ് തല്ലുവോ അബ്യൂസോ എന്തെങ്കിലും ഉണ്ടോ, വഴക്കുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കും. എന്തെങ്കിലും നിങ്ങൾക്ക് അത്യാവശ്യം അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായാൽ പോലീസ് കോണ്ടാക്ട് ചെയ്യണമെന്നുണ്ട് നമ്പരും ഒക്കെ കൊടുക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്കറിയാം. അങ്ങനെ ഇപ്പം കൂടുതലായിട്ട് ഇപ്പം തല്ലിക്കഴിഞ്ഞ കുട്ടികൾക്ക് ചിലർക്ക് കഠിനമായിട്ട് ശിക്ഷിക്കുന്നവരുണ്ടല്ലേ. അപ്പോൾ കുട്ടികളുടെ ദേഹത്ത് പാട് വീഴുകയും പിന്നെ കുട്ടികൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നതാൽ ഈ കുട്ടികളെ അവിടെ നിന്ന് എടുത്ത് സോഷ്യൽ സർവീസിൻ്റെ കസ്റ്റഡിയിലാക്കി അവർ ഫോസ്റ്റർ കെയറിലൊക്കെ ആക്കും. അതുപോലെ തല്ലുമൊക്കെ ചെയ്ത് ഉള്ള പീഡനമൊക്കെ നടത്തിയെന്ന് പറഞ്ഞാൽ അതിൽ കേസും എടുക്കും അവർ. അപ്പോൾ റീസെൻ്റായിട്ട് വന്ന ആൾക്കാർക്കൊന്നും ഇവിടുത്തെ നിയമത്തെക്കുറിച്ചൊന്നും അത്രയ്ക്ക് വിശദമായിട്ട് അറിവ് കാണുകയില്ല. അപ്പോൾ ഇവരിങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴും പലർക്കും അറിയത്തില്ല ഇത്രയൊക്കെ സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങളായി തീരും പോലീസ് അറിഞ്ഞാൽ, അല്ലെ വെളിയിലുള്ള ആൾക്കാർ കണ്ടാലെന്നുള്ളതൊക്കെ. ഇപ്പോൾ വെളിയിൽ കുട്ടികളെ കൊണ്ട് വെളിയിൽ പോവുകയാണെങ്കിലും കുട്ടികളെ വെളിയിൽ വെച്ച് ശിക്ഷിക്ക് എന്തെങ്കിലും നമ്മൾ നിസ്സാരത്തിനൊന്നും ഒരു വടിയെടുത്തൊന്ന് തല്ലുന്നതായിരിക്കും. ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട്. ഒരു സ്കൂളിൽ നിന്ന് വിളിച്ചുകൊണ്ട് വന്ന ഒരു കുട്ടിയെ സ്കൂളിൽ നിന്ന് എൻ്റെ പേരൻസ് വിളിച്ചുകൊണ്ട് വന്ന സമയത്ത് കുട്ടി എന്തോ പറഞ്ഞാൽ കേൾക്കാഞ്ഞിട്ട് ഒരു ചെറിയ വടി എന്തോ ഒടിച്ചെടുത്തിട്ട് കൊച്ചിനിട്ടൊന്ന് തല്ലി. അത് കണ്ട് നിന്ന ആൾക്കാരാരണ്ടോ അടുത്തുള്ള വീടുകളിലെ ആരോ പരാതി പോലീസിനെ വിളിച്ച് പറഞ്ഞു. പോലീസ് വീട്ടിൽ വന്നു. അപ്പം അതിനുള്ള നടപടികളും അപ്പോൾ പുള്ളിക്കാരനെ എൻ്റെ പേരൻസ് അറസ്റ്റ് ചെയ്തു. അങ്ങനെയുള്ള പിന്നെ അപ്പം ആ പുള്ളിക്കാരന് വീട്ടിൽ കയറാൻ പറ്റത്തില്ല ഈ കേസ് ഇതിൻ്റെ ഒരു തീരുമാനമാകുന്നിടം വരെ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പല ഭാര്യ ഭർത്താവും തമ്മിലുള്ളതും കുട്ടികളെ ശിക്ഷിക്കുന്നതായുള്ള പല രീതിയിലുള്ള കേസുകൾ വരുന്നുണ്ട്. അപ്പം നമ്മളവർക്ക് ചെറുതായിട്ടൊന്നും തല്ലിയതല്ലേ അതൊന്നും കുഴപ്പമില്ല. പക്ഷേ അങ്ങനെ ഇവിടുത്തുകാരും അങ്ങനത്തെ വീട്ടിനകത്തൊക്കെ ചെറുതായിട്ടോ വല്ലതും ചെറിയ കൊട്ടോ വല്ലതും കൊടുക്കുമെന്ന് നമുക്കറിയത്തില്ല. പക്ഷേ ഇവിടെ ഭയങ്കരമായ കർശനമായ നിയമങ്ങളാണ് ഈ കുട്ടികൾക്ക് നേരെയുള്ള പീഡനവും അബ്യൂസിനും പിന്നെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള അബ്യൂസിനൊക്കെ ഭയങ്കര കർശനമായ നിയമങ്ങളാണ്. നമ്മുടെ നാട്ടിലെ പോലെ ഇപ്പം നമ്മുടെ നാട്ടിൽ ചെറിയ ചെറിയ കേസുകളൊക്കെ പോയാലും നമുക്ക് പണം കൊടുത്തു അങ്ങനെയുള്ള കൈക്കൂലി കാര്യങ്ങളൊക്കെ അതൊന്നും ഇവിടെ ഇല്ല കേട്ടോ. ഒരു തരത്തിലും രക്ഷപ്പെടാൻ പറ്റത്തില്ല. കേസാണെങ്കിൽ കേസാണ്, ആ കേസിൻ്റെ വഴിയെ തന്നെ പോകണം. ഇനി അതുപോലെ തന്നെ ഇങ്ങനെ എന്തെങ്കിലും കുറ്റകൃത്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇപ്പം ഇവിടെ പെർമനൻറ്റ് റെസിഡൻ്റൊക്കെ ആയിട്ടുള്ളവരാണെങ്കിൽ പിന്നെ അത്ര വലിയ പ്രശ്നം വരികയില്ല. പക്ഷേ ഇവിടെ വിസയിലൊക്കെ നിൽക്കുന്നവരാണെങ്കിൽ ഇപ്പോൾ കെയർ വിസയിൽ വന്നവരുണ്ട്, സ്റ്റുഡൻറ്റ് വിസയിലുള്ളവരുണ്ട്, ഡിപ്പെൻഡൻറ്റ് വിസയിലുള്ളവരുണ്ട്. അങ്ങനെയുള്ളവരൊക്കെ ആണെങ്കിൽ അവർക്ക് വളരെ ഇഷ്യൂ ആയിരിക്കും. അവർക്ക് പിന്നെ വിസ പുതുക്കി കിട്ടാനും ഒക്കെ പറ്റിയല്ല, PR കിട്ടാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തടസ്സവും. അതുപോലെ തന്നെ നല്ലൊരു ജോലി പോലും കിട്ടാൻ, അതായത് പോലീസ് ക്ലിയറൻസ് ഉള്ള DBS വേണ്ടുന്ന ജോലികളൊന്നും കിട്ടുകയില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ബുദ്ധിമുട്ട് വരും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ എല്ലാവരും ഇങ്ങനെ കാര്യങ്ങളൊക്കെ നോക്കി മനസ്സിലാക്കാനും ചോദിച്ച് മനസ്സിലാക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും ശ്രമിക്കണം. അല്ല ഇവിടെ വന്ന് കിടക്കുന്ന എന്തിനാണ് നമ്മൾ ജോലി ചെയ്ത് നല്ലൊരു ജീവിതം നയിക്കാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ ഇടയ്ക്ക് വഴക്കവും കണമൊക്കെ ഉണ്ടാക്കി വെറുതെ നമ്മുടെ ജീവിതവും നശിപ്പിച്ച് കളയേണ്ട കാര്യമില്ല അല്ലേ. ഇനി ഒരു തരത്തിൽ നമുക്ക് പറ്റുന്നില്ല, യോജിച്ച് പോകാൻ വരികയാണെങ്കിൽ നമ്മൾ നമ്മുടേതായ മാർഗം നോക്കുക. ഈ വഴക്കും കാര്യങ്ങളൊക്കെ കാരണം ഒരു തരത്തിലും ജീവിച്ചു പോകാനില്ലേ. ഭയങ്കര സീരിയസ് ആയ ഇഷ്യൂസൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നിയമപരമായ നടപടിയിലേക്ക്, അതായത് നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റുകയാണെങ്കിൽ അതിനുള്ള മാർഗം നോക്കി, ഇപ്പം രണ്ടായിട്ട് ജീവിക്കാനാണെങ്കിൽ അങ്ങനെ പോവുക. ജയിലിൽ കിടക്കുന്നേക്കാളും നല്ലതല്ലേ.
ഇപ്പോൾ ഒരാൾക്ക് നാട്ടിൽ പോകണമെന്നാണ് താല്പര്യമെങ്കിൽ അങ്ങനെ പോവുക. ഇപ്പം ഡിവോഴ്സൊന്നും നമ്മൾ എൻകറേജ് ചെയ്യുന്നൊന്നുമില്ല. എങ്കിലും കൊലപാതകത്തെക്കാളും ജയിലിൽ കിടക്കുന്നതിനേക്കാളൊക്കെ ഭേദം അത് തന്നെയാണ്. കൊലപാതകത്തെക്കാളും ആത്മഹത്യയെക്കാളും ജയിലിൽ കിടക്കുന്നതിനേക്കാളും ഒക്കെ നല്ലതാണ് നമ്മൾ വേറെ താമസിക്കാമെന്ന് തീരുമാനിക്കുന്നത്. ഒരു തരത്തിൽ ഒത്തുപോകാൻ പറ്റുക, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഒത്തുപോകാൻ പറ്റുകയാണെങ്കിൽ ഒത്തു ജീവിക്കുക, അല്ലെങ്കിൽ അതിന് വേറെ മാർഗങ്ങൾ സ്വീകരിക്കുക. അതിങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല നമ്മൾ ചെയ്യേണ്ടത്. ആരെ ദേഹോപദ്രവം ഏൽപ്പിച്ചോ പീഡിപ്പിച്ചോ നന്നാക്കാമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ? ഒരു കാര്യത്തിലും ഒരിക്കലും നടക്കുകയില്ല. പിന്നെ നമ്മുടെ ദേഷ്യം തീർക്കാൻ വേണ്ടിയിട്ട് ഇടിയും പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ടും നമ്മുടെ ദേഷ്യം കുട്ടികളുടെ നേരെ തീർത്തിട്ടും ഒന്നും ഒരു കാര്യമില്ല. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ലെങ്കിൽ അതിനുള്ള മറ്റ് പരിഹാര മാർഗങ്ങൾ നോക്കുകയാണ് വേണ്ടത്. അതുപോലെ തന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, വളരെ സങ്കടകരമായ ഒരു കാര്യം ഉണ്ടായി. ഇപ്പം നമ്മുടെ ഇംഗ്ലണ്ടിൽ ഈ കഴിഞ്ഞ ആഴ്ച നടന്നതാണ്. ഒരു 33 വയസ്സേ ഉള്ളൂ. ഒരു പിന്നെ 2 കുട്ടികളുടെ അമ്മയാണ്. പുള്ളിക്കാരി നാട്ടിൽ പോയിട്ട് വന്നതായിരുന്നു, പാവം. എന്നിട്ട് അതിന് ഇവിടെ വന്ന് കഴിഞ്ഞ് എന്തോ ചെറിയ കാലയിൽ എന്തോ സർജറിക്ക് എങ്ങാണ്ട് പോയതാണ്. തിരിച്ച് വന്നു കഴിഞ്ഞ് ഉടനെ തന്നെ പുള്ളിക്കാരി വേഗം ശ്വാസം മുട്ടലോ എന്തോ വിഷമമായിട്ട് കുഴഞ്ഞു വീണു. പുള്ളിക്കാരി മരിച്ചു. 39 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ പുള്ളിക്കാരി മരിച്ചെന്നുള്ളോ എന്നുള്ള സങ്കടത്തിൽ എല്ലാവരും ഇരിക്കുമ്പോൾ ഈ പുള്ളിക്കാരി എൻ്റെ ഹസ്ബൻഡ് അവർ തമ്മിൽ സ്നേഹിച്ച് കല്യാണം കഴിച്ചതായിരുന്നേ. പക്ഷെ പുള്ളിക്കാരൻ എന്നിട്ട് ഇങ്ങനെ അവർക്ക് ബന്ധുക്കളൊന്നും ഇവിടെ ഇല്ലായിരുന്നു തോന്നുന്നു. സുഹൃത്തുക്കളൊക്കെ ആശ്വസിപ്പിക്കുകയും കൂടെ നിൽക്കുകയൊക്കെ ചെയ്തെങ്കിലും രാത്രിയിൽ തന്നെ എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞ സമയത്ത് ഈ ഹസ്ബൻഡ് വെളിയിലും കണ്ട് ഇറങ്ങിപ്പോയി ആത്മഹത്യ ചെയ്തു. ഒന്ന് ഓർത്ത് നോക്കി, എന്തൊരു മണ്ടത്തരമാണ് കാണിക്കുന്നതെന്ന്. ആ 2 കുഞ്ഞുങ്ങൾക്ക് ഇനി ആരാ ഉള്ളത്? അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊന്നും പോകാൻ നമ്മൾ സമചിത്തതയോടെ പെരുമാറാൻ നോക്കണം, അല്ലേ? ഒരാൾ പോയി, അത് വളരെയധികം വിഷമം ചെയ്യും. പക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേറെ ആരാണെന്നുള്ള ഒരു ചിന്ത അത് നമുക്ക് വേണം. എല്ലാവരും നമ്മുടെ സുഹൃത്തുക്കൾ അവർ പറയുന്നത് കേട്ട് അവരുടെ സപ്പോർട്ടൊക്കെ സ്വീകരിച്ച് നമ്മൾ ആ പ്രതിസന്ധിയെ തരണം ചെയ്യാൻ നോക്കുന്നതിന് പകരം നമ്മുടെ ജീവൻ ഒടുക്കിയിട്ട് വല്ല കാര്യമുണ്ടോ? ആ കുഞ്ഞുങ്ങൾ അനാഥരായിപ്പോയില്ലേ? ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ അന്യദേശത്ത് വന്ന് കിടന്നിട്ട് ഉണ്ടാകുന്നത്. ഇതൊക്കെ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകുക. പുള്ളിക്കാരൻ ചിന്തിച്ച് കാണും, ചിലപ്പോൾ കടം കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വന്നതായിരിക്കും, ഇനി എന്നെ ചെയ്യും. ഇവിടെ PR ഒന്നും ഇല്ലാത്ത ആളാണ്. എനിക്കൊന്ന് ഭാര്യ നേഴ്സായിരുന്നു. പുള്ളിക്കാരുടെ വർക്ക് പെർമിറ്റിൽ വന്നതാണ്, ഡിപ്പെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ ഇനി തിരിച്ചു പോകേണ്ടി വരും എന്നൊക്കെ ചിന്തിച്ചാണ് ഇങ്ങനെയൊക്കെ ആയിരിക്കണം. പിന്നെ ഭാര്യ പോയുള്ള വിഷമം, ഭാര്യയില്ലാതെ എങ്ങനെ ജീവിക്കും, അങ്ങനെയുള്ള കാര്യത്തിൽ ഉള്ള വേവലാതിയും വിഷമം കാരണമായിരിക്കണം മാനസികമായിട്ട് തകർന്നു പോയിരിക്കും. പക്ഷെ ആ കുട്ടികൾ ഇവിടെ ഇനി ഒരു കാരണവശാലും അവർ ഇവിടെ നിർത്തുകയില്ല. കാരണം അവർക്ക് സിറ്റിസണൊന്നും അല്ലല്ലോ. അവരേതായാലും നാട്ടിലേക്ക് വിടും. പിന്നെ ആ കുട്ടികളുടെ കാര്യം എന്തൊരു കഷ്ടമാണെന്ന് ചിന്തിച്ചു നോക്കി. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മളൊന്ന് ചിന്തിക്കണം, അല്ലേ? എന്താ നമ്മൾ അതിനെക്കുറിച്ചൊരു അവബോധം, ഇപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് ഒരു കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചാണ് ഇന്നത്തെ വീഡിയോ ചെയ്ത്. അപ്പോൾ ഈ കാര്യങ്ങളിലൊക്കെ എല്ലാവരും നല്ല സമചിത്തതയോടെ ചിന്തിച്ച്, നമ്മുടെ ചെറുപ്രായത്തിലൊക്കെ നമുക്ക് ഇത്രയും നമുക്ക് എടുത്തിയാട്ടമാണല്ലേ, ദേഷ്യമൊക്കെ പെട്ടെന്ന് വരും. പക്ഷേ അതൊക്കെ മറ്റുള്ളവരെ കുറിച്ച് നമ്മുടെ ദേഷ്യവും അരിശവും സങ്കടവും, നമുക്കതുപോലെയുള്ള ആത്മാർത്ഥമായ സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവരുമായിട്ട് സംസാരിക്കുക, അല്ലെ നമ്മുടെ ഫാമിലിയിൽ ഫോൺ വഴിയാണെങ്കിൽ നാട്ടിലുള്ളവരോട് സംസാരിക്കുക, ഒരു പരിഹാരമാർഗം തേടുക, ഇങ്ങനെയൊക്കെ ചെയ്യുക. അല്ലാതെ എടുത്തിയാടി ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഭവിഷ്യത്വം നമ്മളും നമ്മുടെ മക്കളും എല്ലാം അനുഭവിക്കേണ്ടി വരുമല്ലേ. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്കിന്ന് പറയാനുള്ളത്. അടുത്ത വീഡിയോയുമായി വരുന്നവർ എല്ലാവർക്കും ബൈ.